സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവെർജൻ്റ് ആണോ എന്നറിയാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് നമുക്ക് കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയൻ തരുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്താണ് സീക്വൻസ് എന്ന് പഠിച്ചു. ദെൻ സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു നമ്മൾ. ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഷുഡ് എക്സിസ്റ്റ് സം നാച്ചുറൽ നമ്പർ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലൺ. വി കോൾ ഇറ്റ് ആസ് k epsilon such that absolute value of xn minus x is less than epsilon for all n greater than or equal to k of epsilon. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ സീക്വൻസിൻ്റെ ലിമിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ, കൺവെർജൻ്റ് ആണോ എന്നറിയാൻ ഈ ഡെഫിനിഷൻ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് എക്സിന് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ട് ആ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യാനേ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് എല്ലായ്പ്പോഴും ലിമിറ്റ് ആരാണ് എന്നറിയേണ്ട ആവശ്യം ഉണ്ടായിന്ന് വരില്ല. ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പലപ്പോഴും അറിയേണ്ട ആവശ്യം വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂവും ആവശ്യം ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരാവശ്യം, അല്ലെങ്കിൽ കൺവെർജൻ്റ് ആണോ എന്നറിയേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക്. അതിനുള്ള മെത്തേഡ്സ് ആണ് പിന്നീട് നമ്മൾ പഠിച്ചു തുടങ്ങിയത്, അതായത് മോണോട്ടോൺ കൺവെർജൻസ് തിയറം. മോണോട്ടോൺ കൺവെർജൻസ് തിയറം സേസ് ദാറ്റ് a monotone sequence of real numbers converges if and only if it is bounded. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ്, അല്ലെങ്കിൽ കൺവെർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ സീക്വൻസ് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് മോണോട്ടോൺ കൺവെർജൻസ് തിയറം നമുക്ക് പറഞ്ഞു തരുമ്പോഴും അവിടെയും ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട്. മോണോട്ടോൺ സീക്വൻസുകൾക്ക് മാത്രമേ നമുക്ക് ഈ തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. എല്ലാ സീക്വൻസസും ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആവണമെന്നില്ല. അവിടെയാണ് നമുക്ക് കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയൻ്റെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയുള്ള സീക്വൻസ് ആയാലും അത് കൺവെർജൻ്റ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയൻ നമുക്ക് തരുന്നത്. ഇതിൽ ഈ കോഷി, ദിസ് ഇസ് അഗസ്റ്റ്യൻ കോഷി, മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് അഗസ്റ്റ്യൻ കോഷി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റിസൾട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് കോഷി സീക്വൻസ് എന്ന് നോക്കാം. A sequence of real numbers, sequence xn, is said to be a Cauchy sequence if for every epsilon greater than 0 there exists h epsilon element of n, a natural number, such that absolute value of xn minus xm is less than epsilon for all n and m greater than or equal to h epsilon. അപ്പോൾ ഇവിടെ നമുക്കറിയാം സീക്വൻസ് എക്സ് എൻ, ഈ സീക്വൻസിലെ തന്നെ രണ്ട് എലമെൻറ്റ്സ് ആണ് എക്സ് എന്നും എക്സ് എമ്മും. രണ്ട് ടേംസ് ആണ് എക്സ് എന്നും എക്സ് എമ്മും. അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കണം ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ്. ആൻഡ് ദ വാല്യൂ ഓഫ് എപ്സിലൺ ഇസ് ഡിറ്റർമിൻഡ് ബൈ അസ്. നമ്മളാണ് തീരുമാനിക്കുന്നത് ആരാണ് എപ്സിലൺ. നമുക്ക് എത്രത്തോളം ചെറുതാക്കി വേണമെങ്കിലും എപ്സിലണിൻ്റെ വാല്യൂ എടുക്കാം, പോസിറ്റീവ് ആവണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിലുള്ള ആർബിട്രറി രണ്ട് ടേംസ് ആണ് എക്സ് എന്നും എക്സ് എമ്മും. അവർ തമ്മിലുള്ള അകലം എത്രത്തോളം വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റും ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ്. ഈ സ്റ്റേജാണ് നമ്മുടെ ഇവിടെ എച്ച് ഓഫ് എപ്സിലൺ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീക്വൻസിലുള്ള എലിമെൻറ്റ്സ് തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു വരികയാണ്. ഇതാണ് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് കോഷി സീക്വൻസിന് ഒരുപാട് എക്സാമ്പിൾസ് കോഷി ക്രൈറ്റീരിയൻ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം. സോ ഇനി നമ്മൾ പഠിക്കുന്നത് കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയ ആണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണ്, കൺവെർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ അത് കോഷി സീക്വൻസും ആയിരിക്കും. സോ കൺവെർജൻസ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൺവെർജൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നതും കോഷി സീക്വൻസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്.
അപ്പോൾ കൺവെർജൻ്റ് ആണോ എന്നറിയാൻ കോഷി സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കോഷി സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സീക്വൻസ് മാത്രമേ വേണ്ടൂ. പുറത്തുനിന്നുള്ള ഒരു വാല്യൂ, എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, അങ്ങനത്തെ വാല്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് സീക്വൻസിലെ ടേംസിൻ്റെ ഡിഫറൻസ് മാത്രം ചെക്ക് ചെയ്താൽ കോഷി സീക്വൻസ് ആണോ എന്നറിയാൻ പറ്റും. കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ടു ബി കൺവേർജൻറ്റ്. നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ 2 ലെമ്മകൾ പ്രൂവ് ചെയ്യാണ്. ഈ ലെമ്മകൾ ഇനി ഞാൻ പറയുന്ന 2 ലെമ്മയും ഈ കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയയുടെ പ്രൂഫിൽ ആവശ്യമുള്ളതാണ്. സോ ആദ്യം ഞാൻ പ്രൂവ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നെസസറി ആൻഡ് സഫിഷ്യൻ്റ് ആണ്. കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി സീക്വൻസ് ആണ്, കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ്. അതിലെ ആദ്യത്തെ ഭാഗം, അതായത് കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി സീക്വൻസ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇഫ് സീക്വൻസ് xn is a convergent sequence of real numbers, then it is a Cauchy sequence. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ സീക്വൻസ് xn കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യണു. കൺവെർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റിനെ x എന്ന് വിളിക്കാം. സോ ലെറ്റ് x ഈക്വൽ ടു ലിമിറ്റ് ഓഫ് xn. എക്സ് ലിമിറ്റ് ഓഫ് xn ആണെങ്കിൽ നമ്മുടെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ ഈച്ച് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon by 2. This is also a positive number for all n greater than or equal to k. So this k of epsilon is corresponding to epsilon by 2. ഇനി ഇവിടെ n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ഇനീക്വാലിറ്റി ട്രൂ ആവുന്നത്. സോ ഞാൻ ഈ കെയേക്കാളും വലിയ 2 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്, എമ്മും എന്നും. സോ ഇഫ് എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു എക്സ് സബ്ട്രാക്റ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ദീസ് ടു ആർ ഈക്വൽ ബിക്കോസ് ഞാനിവിടെ 0 ആണ് ശരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് minus xm. I'm applying triangle inequality. So this is less than or equal to absolute value of xn minus x plus absolute value of xm minus x. ഇവിടെ n greater than or equal to k ആയതുകൊണ്ട് absolute value of xn minus x is less than epsilon by 2. ഓക്കെ, n മാത്രമല്ല ഇവിടുത്തെ എമ്മും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അതുകൊണ്ട് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. സോ ഓവറോൾ ദിസ് ഇസ് എപ്സിലൺ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഈസ് ലെസ് ദാൻ എപ്സിലൺ. ദാറ്റ് മീൻസ് സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ്. സോ കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയയുടെ പ്രൂഫിൻ്റെ ഒരു ഭാഗം ഇവിടെ കഴിഞ്ഞു. കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി സീക്വൻസ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ് എന്നാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. അതിലാദ്യം ഞാൻ കോഷി സീക്വൻസ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവെർജൻ്റ് ആവണമെന്നില്ല, പക്ഷേ എനിക്ക് റിസൾട്ട് ആവശ്യമുണ്ട്. അതിനുവേണ്ടി സീക്വൻസ് എക്സ് എൻ, if sequence xn is a Cauchy sequence of real numbers, then it is bounded എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം സീക്വൻസ് xn ഒരു Cauchy സീക്വൻസ് ആണെന്ന് എടുത്തു. Cauchy സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ, ഞാൻ അതിനെ എച്ച് എപ്സിലൺ എന്ന് വിളിക്കുന്നു, സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലൺ. ഓക്കെ, അപ്പോൾ ഇൻ പർട്ടിക്കുലർ ഞാൻ ഈ എച്ച് എപ്സിലണിനെ ഓക്കെ, ഇതാണ് നമുക്ക് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് കിട്ടുന്നത്. ഇവിടെ എച്ച് എപ്സിലൺ എന്നുള്ളതിനെ എനിക്ക് എഴുതാനുള്ള ഒരു സൗകര്യത്തിന് ഇനി എച്ച് എന്ന് വിളിക്കുകയാണ്.
സോ ഇവിടെ എന്നിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ ഈ പറയുന്ന ഇനീക്വാലിറ്റി ട്രൂ ആണ്. സോ ഇഫ് ഐ ടേക്ക് എം ഈസ് ഈക്വൽ ടു എച്ച്, ഈ എം എച്ച് ആണ് എന്നെടുത്താലും ഈ പറയുന്ന ഇനീക്വാലിറ്റി ട്രൂ ആണ്. പക്ഷേ എച്ചിന് എം എന്നുള്ളതിന് എച്ച് എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എം ഇപ്പോൾ ഫിക്സഡ് ആയി കഴിഞ്ഞു. പിന്നെ അവിടെ വാരി ചെയ്യുന്നത് എൻ മാത്രമായിരിക്കും. സോ ഇവിടെ ഞാൻ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എപ്സിലൺ എടുത്താലും നമുക്ക് ഈ പറയുന്ന കാര്യം ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എം ഗിവിങ് എപ്സിലൺ ദ വാല്യൂ 1. ടേക്ക് എപ്സിലൺ ഈക്വൽ ടു 1. അപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു h1 കിട്ടും. അതിനെ ഞാൻ h എന്ന് എഴുതുകയാണ്. such that absolute value of xn minus xm is less than 1 for all m and n greater than or equal to h. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമ്മിന് പകരം എച്ച് എന്ന് എഴുതിയാലും ഈ പറയുന്നത് ശരിയാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn minus xh is less than 1 for all n greater than or equal to h. And we know that absolute value of a minus absolute value of b is less than or equal to absolute value of a minus b. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് absolute value of xn minus absolute value of xh less than 1 for all n greater than or equal to h എന്ന് പറയാൻ പറ്റും. If I add absolute value of xh on both sides, I will get absolute value of xn less than 1 plus absolute value of xh for all n greater than or equal to h. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ സീക്വൻസ് സേ x1 x2 എക്സെട്ര എവിടെയോ എത്തുമ്പോൾ അത് xh minus 1 then xh എക്സെട്ര. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ്. ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എച്ച് ആണ്. സോ ദർ ഈസ് സം കോൺസ്റ്റൻറ്റ് ഹിയർ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാവരും ഈ പറയുന്ന 1 പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എച്ചിനേക്കാളും ചെറുതാണ്. ദെൻ ഐ എം ടേക്കിംഗ് m as maximum of absolute value of x1, absolute value of x2, etc. absolute value of xh minus 1. ഇനി ഇവിടെ നിന്നുള്ള എല്ലാവരും 1 പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എച്ചിനേക്കാൾ ചെറുതായവരുകൊണ്ട് അതും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഇതിൽ ഏതാണോ മാക്സിമം അതാണ് എം. സോ ദാറ്റ് absolute value of xn will be less than or equal to m for all n element of natural numbers. നമ്മൾ കൺവെർജൻറ്റ് സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൂഫാണിത്. ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. ദാറ്റ് മീൻസ് സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രൂവ് ശരിക്കും കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയനിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് xn കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്നാണ്. ഇപ്പം ഞാൻ പ്രൂവ് ചെയ്തത് സീക്വൻസ് xn കോഷി സീക്വൻസ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ബൗണ്ടഡ് ആണെങ്കിൽ ബോൾസാനോ വയസ്ട്രസ് തിയറം പ്രകാരം അതിനൊരു കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ആ കൺവെർജൻറ്റ് സബ്സീക്വൻസിനെ എക്സ് പ്രൈം എന്ന് വിളിക്കണം. എക്സ് പ്രൈം ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ. ദിസ് ഈസ് എ കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഓഫ് സീക്വൻസ് എക്സ് എൻ. ഇത് കൺവെർജൻ്റ് ആകുമ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ആ ലിമിറ്റിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. സോ ലെറ്റ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ. ഇവിടെ സീക്വൻസ് എക്സ് എൻ കോഷി സീക്വൻസ് ആണ്. സോ നമുക്ക് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 വി വിൽ ഗെറ്റ് എ നാച്ചുറൽ നമ്പർ. ഇവിടെ ഞാൻ ആ നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടു എപ്സിലൺ ബൈ 2 ആണ്. സോ ദർ ഈസ് എ നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലൺ ബൈ 2 such that absolute value of xn minus xm less than epsilon by 2 for all n and m greater than or equal to h epsilon by 2. മാത്രമല്ല
ഇവിടെ ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ ഈക്വൽ ടു എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 we will get some natural number such that ആ പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് എന്നെടുക്കും. അപ്പോൾ ഞാനിവിടെ എപ്സിലൺ ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ നാച്ചുറൽ നമ്പർ കെ ആയിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ കെ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ള ആ കെ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 100 തുടങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ടേംസും, അതായത് x100, x101 അങ്ങനെയുള്ള എല്ലാവരും ഈ പറയുന്ന പ്രോപ്പർട്ടി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലൺ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 200 തുടങ്ങിയുള്ള നാച്ചുറൽ നമ്പേഴ്സും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കെ ചൂസ് ചെയ്യുന്നത് നേരത്തെ നമുക്ക് കിട്ടിയ എച്ച് ഓഫ് എപ്സിലൺ ബൈ 2 ഉണ്ടല്ലോ, അതിനേക്കാളും വലുതായിട്ടാണ് ഞാൻ ഈ കെ ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കെ എന്ന് പറയുന്നത് ഈ എക്സ് എൻ കെയിലെ സഫിക്സുകളായിട്ട് വരുന്ന N1, N2 എക്സെട്ര ഇതിലുള്ള ഒരാളായിട്ടും കൂടിയാണ് ഞാൻ ഈ കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കെ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. ഓക്കെ, for every nk if nk is greater than or equal to some natural number, absolute value of xnk minus x is less than epsilon by 2 എന്നാണ് നമുക്ക് ശരിക്കും ഡെഫിനിഷൻ പ്രകാരം വരേണ്ടത്. അങ്ങനെയുള്ള ഒരു എൻ കെ ആയിട്ടാണ് ഞാൻ ഇവിടുത്തെ കെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലൺ ബൈ 2 ആണ്. സോ നമുക്കിവിടെ 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ഫോർ ഓൾ എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലൺ ബൈ 2. ഇവിടെ നമ്മുടെ കയ്യിലുള്ള കെ എച്ച് ഓഫ് എപ്സിലൺ ബൈ 2വിനേക്കാൾ വലുതാണ്. സോ ഐ ക്യാൻ റീപ്ലേസ് ദിസ് എം ബൈ കെ. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് absolute value of xn minus xk is less than epsilon by 2, and this is true for all n greater than or equal to h of epsilon by 2. ഇനിയിപ്പോൾ ഇത് n greater than or equal to h of epsilon by 2വിന് നമുക്കിത് ശരിയാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ h of epsilon by 2വിന് ശരിയാണെങ്കിൽ കെയേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ഹോൾഡ് ചെയ്യും. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്നുള്ളതിനെ ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് എന്ന് എഴുതി. ദെൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കെ മൈനസ് എക്സ് എന്നെഴുതാം. ഇതിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ഈസ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2. അതുപോലെ എക്സ് കെ മൈനസ് എക്സും നമ്മൾ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 പ്ലസ് എപ്സിലൺ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് ഓഫ് എപ്സിലൺ ബൈ 2വിനേക്കാളും വലിയ എല്ലാ എന്നിനും ശരിയാണെങ്കിൽ കെയേക്കാളും വലിയ എന്നുകൾക്കും ഇത് ശരിയാണ്. ഇപ്പം നമുക്ക് കിട്ടിയത് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there is some stage, some natural number k such that absolute value of xn minus x is less than epsilon for all n greater than or equal to k, which implies sequence xn converges to x. ഇതിലിപ്പോൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതായിരുന്നു. സോ ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ്. അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ പറ്റിയത്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കൺവെർജൻറ്റ് സീക്വൻസുകളെല്ലാം കോഷി സീക്വൻസസ് ആണെന്ന്. ഇപ്പോൾ പറയുന്നു കോഷി സീക്വൻസുകളെല്ലാം കൺവെർജൻറ്റ് സീക്വൻസ് ആണെന്ന്. നൗ യു ഹാവ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഫോർ കോഷി സീക്വൻസ്. കോഷി സീക്വൻസിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ കൺവെർജൻ